നമസ്കാരം. ലോകോത്തര നിലവാരമുള്ള വിദേശ സർവകലാശാലകളിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത് MBBS ബിരുദം നേടി നാട്ടിൽ തിരിച്ചെത്തുന്ന മിടുക്കരായ മെഡിക്കൽ വിദ്യാർത്ഥികളോട് അധികൃതർ കാട്ടുന്നത് ക്രൂരതയെന്ന് റിപ്പോർട്ട്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മ കൊണ്ട് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസും കേന്ദ്ര നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലും ഒരുപോലെ ഈ കുട്ടികളുടെ ഭാവി വെച്ച് ചൂതാടുകയാണ്. ലക്ഷങ്ങൾ കടമെടുത്ത് പഠിച്ച ഒടുവിൽ സ്വന്തം നാട്ടിൽ സേവനം ചെയ്യാൻ അനുമതിക്കായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ കൊടുംവെയിലിൽ കുട്ടികൾക്ക് സമരമിരിക്കേണ്ടി വരുന്നത് ഭരണാധികാരികൾക്ക് നാണക്കേടാണ്. അതുപോലെ വിദേശത്ത് MBBS പഠിച്ച വിദ്യാർത്ഥികൾ നാട്ടിലെത്തുമ്പോൾ FMGE പരീക്ഷ പാസ്സാകണമെന്നുണ്ട്. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസിനായി വിദേശ മെഡിക്കൽ ബിരുദധാരികൾ എഴുതേണ്ട ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പരീക്ഷ ഇന്ന് പൂർണ്ണമായും ഒരു ബോർഡിന്റെ കുത്തകയായി മാറിയിരിക്കുകയാണ്. 6500 രൂപയെന്ന വൻതുക ഫീസ് ഈടാക്കി വർഷത്തിൽ 2 തവണ നടത്തുന്ന ഈ പരീക്ഷയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റേതൊരു മത്സര പരീക്ഷയ്ക്കും ശേഷം ചോദ്യപേപ്പറും കൃത്യമായ ഉത്തരസൂചികയും പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ ഈ പരീക്ഷയിൽ ഇതൊന്നും ഉണ്ടാകാറില്ല. പരീക്ഷ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആകെ മാർക്ക് മാത്രമാണ് അറിയാൻ സാധിക്കുക. ഇതോടെ കാശ് മുടക്കി ചൈനയിൽ വരെ പോയി ഡോക്ടറാകാൻ പഠിച്ച വിദ്യാർത്ഥികളടക്കം വളരെ ആശങ്കയിലാണ്. പരീക്ഷാ തീയതിയിൽ അശാസ്ത്രീയത കുട്ടികളെ മാനസികമായി തകർക്കുകയാണ്. ബിരുദ നിലവാരത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലതും MD, INI സെറ്റ് തുടങ്ങിയ ഉന്നത നിലവാരത്തിലുള്ളവയാണ്. 1 മിനിറ്റിൽ വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര നീളമുള്ള ചോദ്യങ്ങൾ മനഃപൂർവ്വം ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മുൻകൂട്ടി അറിയിപ്പില്ലാതെ 20 പത്തോളജി സ്ലൈഡുകൾ ഉൾപ്പെടുത്തിയെങ്കിൽ ഇത്തവണ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 20 വീഡിയോ ചോദ്യങ്ങളാണ് കുത്തിനിറച്ചത്. സുതാര്യതയില്ലാത്ത ഈ രഹസ്യ സ്വഭാവത്തിന് പിന്നിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. പല പരീക്ഷകളിലും 149 മാർക്ക്, അതായത് വിജയ ശതമാനം 150 149 മാർക്ക് ലഭിച്ച് തുടർച്ചയായി പരാജയപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇതിന് അടിവരയിടുന്നു. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ചോദ്യങ്ങളിലെ തെറ്റുകൾ മൂലം കുട്ടികളുടെ വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. പരീക്ഷ പാസ്സായി വരുന്ന കുട്ടികളെ അടുത്ത ഘട്ടത്തിൽ ചതിക്കുന്നത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ പരമോന്നത സമിതിയായ നാഷണൽ മെഡിക്കൽ കൗൺസിൽ വിദേശത്തു നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി നിരവധി അനുകൂല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാന കൗൺസിലുകൾ ഇതെല്ലാം പാലിച്ച് കുട്ടികൾക്ക് എത്രയും വേഗം രജിസ്ട്രേഷൻ നൽകുമ്പോൾ കേരളം മാത്രം ബാധകമല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി 2026 മാർച്ച് 18 NMC പുറപ്പെടുവിച്ച പൊതുവിജ്ഞാപന പ്രകാരം വിദേശ സർവകലാശാലകളിൽ കോമ്പൻസേഷനും ഇന്റേൺഷിപ്പും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ച് അവർക്ക് സ്ഥിരം രജിസ്ട്രേഷൻ നൽകാൻ എല്ലാ സംസ്ഥാന കൗൺസിലുകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കേരള കൗൺസിൽ ഈ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷനായി അയക്കാൻ പോലും തയ്യാറാകാതെ നടപടികൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. പകരം കുട്ടികളുടെ മേൽ 1 വർഷത്തെ അധിക ക്ലർക്ഷിപ്പും 1 വർഷത്തെ ഇന്റേൺഷിപ്പും അടിച്ചേൽപ്പിക്കുന്നു. കേരള മെഡിക്കൽ കൗൺസിലിന്റെ ഈ കടുംപിടുത്തം മൂലം കുട്ടികൾക്ക് 2 മുതൽ 3 വർഷം വരെയാണ് നഷ്ടപ്പെടുന്നത്. വിദേശത്തിനകം ഇന്റേൺഷിപ്പ് കഴിഞ്ഞ കുട്ടികളെ വീണ്ടും നാട്ടിൽ യാതൊരുവിധ വേതനവുമില്ലാതെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതിന് തുല്യമാണിത്. ഇത് രക്ഷിതാക്കൾക്ക് മേൽ വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല. NMCയുടെ ഗൈഡ്ലൈൻസ് മാത്രം കൃത്യമായി നടപ്പിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. നമ്മുടെ കുട്ടികളെ നരകതുല്യമായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്ന വാദവും ഉയരുന്നുണ്ട്.